തൃശൂർ കുന്നംകുളം സ്വദേശി രഞ്ജിത്തിന്റെ പേഴ്സ് കഴിഞ്ഞ വർഷം നവംബറിൽ ദുബൈയിലെ അൽക്കുസിൽ വെച്ച് ആരോ പോക്കറ്റടിച്ചു. തിരിച്ചറിയൽ രേഖയായ എമിറേറ്റ്സ് ഐഡിയും അന്ന് നഷ്ടപ്പെട്ടു. ഇക്കാര്യം കമ്പനിയിൽ അറിയിച്ച് ആഴ്ചകൾക്കകം പുതിയ ID സ്വന്തമാക്കി. 2 മാസം നാട്ടിൽ അവധിക്ക് പോയി മാർച്ചിൽ തിരിച്ചു വന്നപ്പോൾ ടെലികോം കമ്പനിയായ ഡൂവിൽ നിന്ന് ഫോൺ കോൾ. 2 പോസ്റ്റ്പെയ്ഡ് കണക്ഷനുകളുടെ 3748 ദിർഹം ബില്ലടയ്ക്കണമെന്ന്. ഇതിന്റെ ഞെട്ടൽ മാറും മുമ്പേ ടെലികോം കമ്പനിയായ ഇത്തിസലാത്തിൽ നിന്നും അറിയിപ്പെത്തി 5600 ദിർഹം ബില്ലടയ്ക്കാൻ. വ്യാജ സാലറി സർട്ടിഫിക്കറ്റാണ് കണക്ഷനുകൾക്ക് ഹാജരാക്കിയിരിക്കുന്നത്. 4 പോസ്റ്റ്പെയ്ഡ് കണക്ഷനുകളിൽ നിന്നായി ഇറ്റലി, ജർമ്മനി തുടങ്ങി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് കോൾ പോയിരിക്കുന്നത്. എമിറേറ്റ്സ് ID നഷ്ടപ്പെട്ട വിവരം പോലീസിൽ നേരത്തെ അറിയിക്കാത്തതിനാൽ പോലീസും രഞ്ജിത്തിന്റെ പരാതി സ്വീകരിച്ചിട്ടില്ല. എൻ്റെ ID മിസ്സായതിൻ്റെ ശേഷം കംപ്ലയിൻറ്റ് ചെയ്തില്ല, അതാണ് അവർ മെയിനായിട്ട് പറയുന്നത്. പിന്നെ ഇത്രയും ടൈമായി, ഞാൻ വെക്കേഷനായി നാട്ടിൽ പോയതിൻ്റെ. സംഭവത്തിൽ ദുരൂഹതകൾ നിരവധിയാണ്. ഫോൺ ഉപയോഗിച്ചതാകട്ടെ രഞ്ജിത്ത് നാട്ടിലുള്ള സമയത്തുമാണ്. പക്ഷേ ഈ തെളിവുകൾ സ്വീകരിക്കാൻ ടെലികോം കമ്പനികൾ തയ്യാറല്ല. മാസങ്ങളായി ഈ ബില്ലുകൾ രഞ്ജിത്തിനെ വേട്ടയാടുകയാണ്. ഒന്നുകിൽ തട്ടിപ്പുകാരെ കണ്ടെത്തണം, അല്ലെങ്കിൽ തുക എഴുതിത്തള്ളാൻ ടെലികോം കമ്പനികൾ തയ്യാറാകണം. ദുബായ് നിവാസികൾക്ക് രഞ്ജിത്തിന്റെ അനുഭവം ഒരു പാഠമാണ്. ക്യാമറ പേഴ്സൺ ബിനുവേസ് കൊട്ടാരക്കരയ്ക്കൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്.